ഹായ് എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലൊക്കേഷൻ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ സ്ഥാനം, ഭൂപടത്തിൽ നമ്മൾ ഇന്ത്യയെ എവിടെ അടയാളപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് നോക്കാം. വലിപ്പം കൊണ്ടും വൈവിധ്യം കൊണ്ടും വലിയൊരു രാഷ്ട്രം തന്നെയാണ് ഇന്ത്യ. ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയ നോക്കുകയാണെങ്കിൽ അത് 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. ലോകരാജ്യങ്ങൾ വലിപ്പത്തിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനമാണുള്ളത്. ഈ ഇന്ത്യയുടെ ലൊക്കേഷനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇന്ത്യയുടെ കാലാവസ്ഥ, അതുപോലെ നാച്ചുറൽ റിസോഴ്സസ്, നമ്മുടെ വാണിജ്യ പാതകൾ, സംസ്കാരം, ജൈവ വൈവിധ്യം, ഇവയെല്ലാം തന്നെ ഇന്ത്യയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. മാത്രമല്ല, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നറിയപ്പെടുന്ന ഉത്തരായന രേഖ. അത് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യയുടെ മൊത്തം ഭരണനിർവഹണം നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഇനി നമുക്ക് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ്സ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ആണ്. ഏകദേശം 30 ഡിഗ്രി വടക്ക് തെക്ക് വ്യത്യാസവും അതേപോലെ 30 ഡിഗ്രി കിഴക്ക് പടിഞ്ഞാറൻ വ്യത്യാസവും ഇന്ത്യൻ മെയിൻലാൻഡിനുണ്ട്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖയാണ്. ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് പോയിന്റ്, ആക്ച്വൽ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. നിലവിൽ അങ്ങനെ ഒരു പ്രദേശം ഇല്ല. അത് 2004 സുനാമിയിൽ വെള്ളത്തിനടിയിലാവുകയായിരുന്നു ചെയ്തത്. എന്നാലും അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു. ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ്. 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സർ ഗ്രീക്ക് എന്ന പോയിന്റ് ആണ്. ഇനി നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദിര കോൾ ആണ്. സദേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര പോയിന്റും നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര കോളും ആണ്. ഇനി ഇന്ത്യയുടെ ആകെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ. പഠിക്കാൻ നല്ല എളുപ്പമാണ്. 3214 കിലോമീറ്റേഴ്സ് ആണ്. അത് ഇന്ദിര കോൾ മുതൽ കന്യാകുമാരി വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൈർഘ്യം നോക്കുകയാണെങ്കിൽ അത് 2933 കിലോമീറ്റർ വരും. അത് റാൻ ഓഫ് കച്ച് മുതൽ കിഴക്ക് അരുണാചൽ പ്രദേശ് വരെയുള്ള നീളമാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിര കോളാണ്. ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു. അതിന്റെ സ്പേസ് കറക്റ്റായിട്ട് എവിടെയാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് നോക്കുക. 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡിലാണുള്ളത്. സദേൺ മോസ്റ്റ് മെയിൻലാൻഡിലെ പോയിന്റ് എന്ന് പറയുന്നത് കന്യാകുമാരിയിലുള്ള കേപ്പ് കമോറിനാണ്. അത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡിലാണുള്ളത്. സദേൺ മോസ്റ്റ് ആക്ച്വൽ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദിര പോയിന്റ് ആണ്. നിക്കോബാറിൽ സ്ഥിതി ചെയ്യുന്നു. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് അരുണാചൽ പ്രദേശിലെ കിബിത്തു ആണ്. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് സർ ക്രീക്ക് ആണ്. നമുക്കിനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എങ്ങനെ കണക്കാക്കുന്നു എന്ന് നോക്കാം. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 30 ഡിഗ്രിയുടെ സമയ വ്യത്യാസം ഉണ്ട്. ആ ദൈർഘ്യത്തിനനുസരിച്ചുള്ള വ്യത്യാസം കാണാൻ സാധിക്കും. അതായത് നിലവിൽ ഗുജറാത്തിൽ എത്ര മണിയാണോ അത് തന്നെ ആവണമെന്നില്ല അരുണാചൽ പ്രദേശിലെ സമയം. അത് ആ ദൈർഘ്യത്തിന്റെ ഒരു ഡിഫറൻസ് കൂടെ ബാധിക്കുന്നത് കൊണ്ടാണ്. സോ നമുക്ക് മൊത്തത്തിൽ ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡേർഡ് ടൈം ആവശ്യമാണ്. അത് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു രേഖാംശ രേഖയുണ്ട്. അതാണ് 8 ഡിഗ്രി 30 മിനിറ്റ്സിലുള്ള രേഖാംശ രേഖ. നമ്മൾ അതിനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കാനുള്ള സ്റ്റാൻഡേർഡ് മെറീഡിയൻ ആയിട്ട് നിർണയിച്ചിട്ടുള്ളത്. സോ അതിന്റെ ആക്ച്വൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ മിർജാപൂരിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ്. മാത്രമല്ല നമ്മുടെ GMT ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് ടൈമിനേക്കാൾ 5.5 മണിക്കൂർ മുന്നിലായാണുള്ളത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീൻവിച്ച് ടൈമിനേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണെന്നും കൂടെ ഓർക്കുക. പറഞ്ഞിരുന്നു ഇന്ത്യ 7 ലോകരാഷ്ട്രങ്ങളുമായിട്ട് കര അതിർത്തി പങ്കിടുന്നുണ്ട്. സമുദ്രാതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് മാലിദ്വീപ്. സോ കരാതിർത്തി പങ്കിടുന്ന 7 രാഷ്ട്രങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള രാജ്യം ചൈനയാണ്. ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യം കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശിനോടാണ്. അത് 4096 കിലോമീറ്റർ ആണ്. ഏറ്റവും കുറച്ച് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനും. എന്നാൽ ഏറ്റവും ചെറിയ രാജ്യം, ഇന്ത്യ കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനുമാണ്. വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക. ദൈർഘ്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശും കുറവ് അഫ്ഗാനിസ്ഥാനാണ്. എന്നാൽ ഏറ്റവും വലിയ രാജ്യം, അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലുത് ചൈനയും ഏറ്റവും ചെറുത്
ഭൂട്ടാനും ആണ്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് അതിർത്തി രേഖകളാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ. സെയിം ലൈൻ തന്നെയാണ് ഇന്ത്യക്കും പാക്കിനും ഇടയിലുള്ളത്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി നിർണ്ണയ രേഖയാണ് മക്മോഹൻ ലൈൻ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡ്യൂറൻഡ് ലൈൻ. കാരണം വളരെ കുറച്ച് ദൂരേ ഡ്യൂറൻഡ് ലൈനിന് ദൈർഘ്യമുള്ളൂ. വെറും 106 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം നോക്കാം. ഇത് റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു കണക്കാണ്, റീസെന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. കാരണം ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യത്തിലും സംസ്ഥാനങ്ങളുടെ അളവിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. സോ ഇന്ത്യയുടെ ആകെ കടൽ പ്രദേശം അതിന്റെ നീളം എന്ന് പറയുന്നത് ഇപ്പോൾ 11,098.81 കിലോമീറ്റർ ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, കേരളത്തിന്റെ തീരദൈർഘ്യത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാലം പഠിച്ചു വന്ന 580 കിലോമീറ്റർ മാറി 600.15 കിലോമീറ്റർ ആയത് പുനർനിർണയിച്ചിട്ടുണ്ട്. ഈ 0.15 എന്നുള്ളത് നെഗ്ലിജിബിൾ ആണ്. നമുക്കൊരു 600 കിലോമീറ്റർ എടുത്ത് പഠിക്കണം. സോ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് ഗുജറാത്താണ്. ഏറ്റവും കുറച്ച് തീരപ്രദേശമുള്ള സംസ്ഥാനം ഗോവയാണ്. എന്നാൽ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള പ്രദേശം ആൻഡമാൻ നിക്കോബാറും, വളരെ കുറച്ച് തീരദൈർഘ്യമുള്ള പ്രദേശം ചോദിക്കുകയാണെങ്കിൽ അത് പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിയിൽ വെറും 42 കിലോമീറ്റർ മാത്രമേ സമുദ്ര ദൈർഘ്യമുള്ളൂ. ഇനി ഇന്ത്യയുടെ അതിർത്തി സംരക്ഷണ സേനകളെ കുറിച്ച് നോക്കാം. ഇന്ത്യ നേപ്പാൾ, അതേപോലെ ഇന്ത്യ ഭൂട്ടാൻ, ഇവിടെ വിന്യസിച്ചിട്ടുള്ള സുരക്ഷാ സൈന്യമാണ് സശസ്ത്ര സീമാ ബൽ. ഇന്ത്യ പാകിസ്ഥാന്റെ ഇടയിലും ഇന്ത്യ ബംഗ്ലാദേശിന്റെ ഇടയിലും സംരക്ഷണ ഉത്തരവാദിത്വം ഉള്ളത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന BSFനാണ്. BSFന്റെ ബ്രാൻഡ് അംബാസിഡർ വിരാട് കോഹ്ലിയാണ്, ഓർക്കുക. ഇന്ത്യ മ്യാൻമാർ, ഇവിടുത്തെ സുരക്ഷാ സംരക്ഷണ സേന ആസാം റൈഫിൾസ് ആണ്. അതേപോലെ ഇന്ത്യ ചൈനയുടെ ആകുമ്പോൾ അത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണ്. കോർത്ത് വെക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇൻഡോ ചൈന എന്ന് പറയുമ്പോൾ ടിബറ്റൻ ബോർഡർ ആണ്, അപ്പോൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ്. ഇന്ത്യ മ്യാൻമാർ എന്ന് പറയുമ്പോൾ അടുത്തുള്ള സ്റ്റേറ്റ് ആണ് ആസാം, സോ ആസാം റൈഫിൾസ്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇനിയുള്ള രണ്ട് ഡിഫാക്ടോ ലൈൻസ് ആണ് ലൈൻ ഓഫ് കൺട്രോളും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും. നമ്മൾ LOC LAC എന്ന് പറയും. സോ LOC ആണെങ്കിൽ അത് ഇന്ത്യക്കും പാക്കിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഒരു മിലിറ്ററി നിയന്ത്രണ രേഖയായിട്ടൊക്കെ പറയാം, സാങ്കല്പിക രേഖയാണ്. കറാച്ചി എഗ്രിമെന്റ് ബേസിലാണ് അത് നിലവിൽ വന്നത്. ആൻഡ് ഇതൊരു ലീഗലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബൗണ്ടറിയാണ്. അങ്ങനെ പറയാനാവും, ലീഗലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അത് ഡിഫാക്ടോ ബോർഡർ എന്ന് പറയും. LOC ഇന്ത്യക്കും പാക്കിനും ഇടയിലാണെങ്കിൽ LAC സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ നിയന്ത്രിത പ്രദേശങ്ങൾക്കും ചൈനീസ് നിയന്ത്രിത പ്രദേശങ്ങൾക്കും ഇടയിലാണ്. കുറച്ച് അഡീഷണൽ പോയിന്റ്സ് കൂടെ നോക്കാം. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ കുറച്ച് സംസ്ഥാനങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായി മാത്രമേ അതിർത്തിയുള്ളൂ. അതായത് അവർക്ക് സമുദ്രാതിർത്തി ഇല്ല, കരപ്രദേശങ്ങളായിട്ട് മാത്രമേ അതിർത്തിയുള്ളൂ. അത് മറ്റ് രാജ്യങ്ങളായിട്ടൊന്നുമല്ല, ചുറ്റുമുള്ള വേറെ സംസ്ഥാനങ്ങളായിട്ടാണ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്സ് ആണ് ഹരിയാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ആൻഡ് തെലങ്കാന. ഈ 5 ഇതിൽ ഒരേ ഒരു സദൺ മോസ്റ്റ് സ്റ്റേറ്റ് വന്നിട്ടുള്ളൂ, അത് തെലങ്കാനയാണ്. അതുകൂടെ ഒന്ന് നോക്കി വയ്ക്കാം. അടുത്തത് നമ്മൾ പറഞ്ഞു, ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങളുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര ആൻഡ് മിസോറാം. നമ്മളിതൊരു കോഡ് വെച്ച് പഠിക്കാറുണ്ട്, ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്നത്. അതായത് NGRനെ JCBയിൽ തൂക്കിയെടുത്ത് മിസോറാമിലേക്ക് ഇട്ടുന്നു പറഞ്ഞിട്ട്. NGR എന്ന് പറയുമ്പോൾ മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ. JCB എന്ന് പറയുമ്പോൾ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ, ബംഗാൾ, വെസ്റ്റ് ബംഗാളിലാണ് ഉദ്ദേശിക്കുന്നത്. തൂക്കിയെടുത്ത് എന്ന് പറയുമ്പോൾ ത്രിപുര, തൂക്കിയെടുത്ത് മിസോറാമിലേക്ക് ഇട്ടു. അങ്ങനെ ഒരു കോഡൊക്കെ വെച്ച് പഠിച്ചാൽ നമുക്ക് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവും. പിന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, IST നിർണ്ണയിക്കുന്ന സ്റ്റാൻഡേർഡ് മെറിഡിയൻ പാസ് ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ ആൻഡ് ആന്ധ്രാപ്രദേശ്. സോ ഇനിയും നോക്കാനുള്ളത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റൽ സിറ്റീസ് ആണ്. അവ ഇറ്റാനഗർ, ദിസ്പൂർ, കൊഹിമ, ഷില്ലോങ്, ഇംഫാൽ, അഗർത്തല ആൻഡ് ഐസ്വാൾ. 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന 7 സംസ്ഥാനങ്ങൾ, അതിന്റെ തലസ്ഥാനങ്ങളെയാണ് പറഞ്ഞത്. ഇറ്റാനഗർ അരുണാചൽ പ്രദേശിന്റെയാണ്, ദിസ്പൂർ ആസാമിന്റെ, കൊഹിമ നാഗാലാൻഡിന്റെ, ഷില്ലോങ് മേഘാലയയുടെ, ഇംഫാൽ മണിപ്പൂർ, അഗർത്തല ത്രിപുര ആൻഡ് ഐസ്വാൾ മിസോറാമിന്റെ തലസ്ഥാനമാണ്. അപ്പോൾ ആകമൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ ലൊക്കേഷനെ കുറിച്ചുള്ള ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റിയാണ് നമുക്കുള്ളത്. നമ്മുടെ കൾച്ചർ ആയിക്കോട്ടെ, എക്കണോമി ആയിക്കോട്ടെ, ഇവിടുത്തെ നാച്ചുറൽ റിസോഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ
ഗ്ലോബൽ സ്റ്റേജിൽ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു സ്പേസ് തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇന്ത്യയുടെ ലൊക്കേഷനെ കുറിച്ച് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു എവ്രി വൺ.